ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കാൽപ്പിൻ്റെ കുറച്ച് കണ്ടീഷനെ പറ്റിയും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ ഷാംപൂസും കണ്ടീഷനെയും പിന്നെ കുറച്ച് സ്കാൽപ്പ് സിറപ്പിനെയൊക്കെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ കണ്ടീഷനാണ് ഡ്രൈ സ്കാൽപ്പ്. ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ മുടി വളർന്ന ഈ സാധനത്തിന് നമ്മൾ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് മോയിസ്ചറൈസോ ഹൈഡ്രേഷനോ പിടിച്ചു നിർത്താൻ നമ്മുടെ സ്കാൽപ്പിന് പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഡ്രൈ സ്കാൽപ്പ് നമ്മൾ സാധാരണയായിട്ട് ഡാൻഡ്രഫ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ശരീരത്ത് എവിടെയെങ്കിലും ഡ്രൈനസ് വരുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരികയും അവിടുന്ന് വെള്ളപ്പൊടി വരുന്ന കണക്കും നമ്മുടെ സ്കാൽപ്പ് ഇത് എന്താ പറയുക ഡ്രൈ ആകുമ്പോൾ നമ്മൾ ചൊറിയും വെള്ളപ്പൊടി വരും. അപ്പോൾ വെള്ളപ്പൊടി കാണുമ്പോൾ എല്ലാവരും എന്തെന്ന് വിചാരിക്കും ഡാൻഡ്രഫ് ആണെന്ന്. അല്ല, നിങ്ങളുടെ ശരീരഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ സ്കിന്നിൽ എവിടെയെങ്കിലും ഡ്രൈനെസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹെയർ അധികം ഓയിലി ആവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്ന് വെള്ളപ്പൊടിയാണ് വരുന്നതെങ്കിലും അത് കൂടുതലും ഡ്രൈ സ്കാൽപ്പ് ആവാറാണ് ചാൻസ്. ഇത് കൂടുതലായിട്ടും കാണുന്നതെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് കാണാം. അതല്ലെങ്കിൽ നമ്മൾ ബോഡി മൊത്തത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവാം. വിന്റർ സീസണുകളിൽ നമുക്ക് ഡ്രൈ സ്കാൽപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നല്ല ഓവറായിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാർ, അതായത് രാവിലെയും വൈകിട്ടൊക്കെ കുളിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഒരു മോയ്സ്ചറൈസറും കൊടുക്കാതെ തന്നെ കുളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വരാം. പിന്നെ അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ചിലപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിന് പറ്റാത്തതാണെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ നോർമൽ സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രീംലി ഓയിലി സ്കാൽപ്പിൻ്റെ ഷാമ്പു ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും പക്ഷെ നിങ്ങൾ സൾഫേറ്റ് ഉള്ള ഷാംപൂസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ സ്കാൽപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡയബറ്റിക്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും അത് കാരണം നമുക്ക് ഡ്രൈ സ്കാൽപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡ്രൈ സ്കാൽപ്പ് കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഓരോ സ്കാൽപ്പ് കണ്ടീഷൻ അനുസരിച്ചും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടി ചൊറിച്ചിൽ കൂടുതലായിരിക്കും. നമ്മുടെ ഡാൻഡ്രഫ് വരുമ്പോൾ നമുക്കൊരു ഡാൻഡ്രഫിൻ്റെ അവിടെ പറഞ്ഞുതരാം എന്ത് ടൈപ്പ് ആയിരിക്കും വരുന്നതെന്ന്. ഇവിടെ നമുക്ക് ലിറ്ററലി പൊടി ആയിട്ടായിരിക്കും ആ ഒരു സാധനം തലേന്ന് വരുന്നത്. അത് നമ്മളിപ്പം വിന്റർ സീസണിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിൻ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്കിൻ പൊരിഞ്ഞളവൂലേ അതുപോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ സ്കാൽപ്പിന്റെ അവസ്ഥ. ഇനി നമുക്കിത് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ മാറ്റാൻ ഏറ്റവും നല്ലത് നമ്മുടെ എണ്ണ തന്നെയാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ കാച്ചുന്ന എണ്ണയോ ഏത് എണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യ വൈൽഡ് എന്നൊരു ബ്രാൻഡ് ഉണ്ട്. അവരുടെ ഹെയർ സ്കാൽപ്പ് ഓയിൽസ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ കാച്ചുന്ന എല്ലാ എണ്ണയും നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നോർമൽ ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഹെയറിനും ഹെയറിൻ്റെ ലെങ്തിനും ഹൈഡ്രേഷൻ തരാൻ വേണ്ടി മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഹെയർ ഗ്രോത്തിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഹെയർ സ്കാൽപ്പ് കണ്ടീഷൻ ആയിട്ട് ഡാൻഡ്രഫ് പോലെയുള്ളതൊന്നും മാറ്റാനായിട്ട് ഒരിക്കലും നമ്മുടെ ഹെയർ ഓയിൽസ് ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് ഹെയർ ഓയിൽസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഇന്ന് പെർട്ടിക്കുലർ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹെയർ ഗ്രോത്ത് എങ്കിലും ഉണ്ടായെന്ന് പറയും. സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിനും അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനും നല്ല ഡ്രൈനെസ് കാണും. അപ്പം നമ്മളെ മുടി എന്ത് ചെയ്യും, നിങ്ങൾ ഹെയർ ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ പൊട്ടി പോകും. കാരണം ഇതെല്ലാം ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് ഒക്കെ ഫോം ചെയ്തേക്കുന്നത്, ഹെയറിൻ്റെ ആ സ്ട്രാൻഡ് ഒക്കെ ഫോം ചെയ്തേക്കുന്നത്. അപ്പം ആ പൊട്ടിപ്പോക്ക് നമ്മൾ ഹെയറിന് നന്നായിട്ട് ഹൈഡ്രേഷൻ കൊടുക്കണമെങ്കിൽ നിൽക്കും. അത് കാരണം നമുക്ക് ഹെയറിൽ മുടി വളരുന്നതായിട്ട് ഫീൽ ആവും. പക്ഷെ നമ്മൾ മുടി പൊട്ടുന്നില്ല, അപ്പം ആ പൊട്ടാതിരിക്കുന്ന സാധനം നീണ്ടു വരുന്നുണ്ട്, വളരുന്ന മുടി നോർമലായിട്ട് വളരുകയും ചെയ്യും. അതുകൂടാതെ പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം റഫായിട്ട് ഹെയർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മുടിക്കൊന്ന് കണ്ടീഷൻ ചെയ്യാനായിട്ട് ഹെയർ ഓയിൽ നല്ലതാണ്. പക്ഷെ അത് ഡെയിലി ചെയ്യരുത്, വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ ചെയ്യുക. അത് കൂടാതെ ഹെയർ വാഷ് ചെയ്തും കളയുക. സ്കാൽപ്പ് അധികം നേരം ഹെയർ ഓയിൽ നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് കളയാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇത് ചെയ്തതെന്ന്, ഡ്രൈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതെന്ന്. നമ്മുടെ സ്കാൽപ്പിന് വേണ്ടത്ര മോയ്സ്ചറൈസർ ഇത് പിടിച്ചെടുക്കും. ഈ ഓയിലിൽ നിന്ന് അനാവശ്യമുള്ള സാധനം പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹെയർ അവിടെ ഇതാവും. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിന് പറ്റിയ ഷാംപൂസും കൂടെ യൂസ് ചെയ്യുമ്പം ഈ ഹെയർ ഓയിൽസ് അത് ഒരു അധികമായിട്ട് വലിച്ചെടുക്കത്തില്ല. നമ്മുടെ
സ്കാൽപ്പിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഹൈഡ്രേഷൻ സ്കാൽപ്പിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പ്രീ ഓയിലിംഗ് നല്ലൊരു പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞത്. ഇനി ഡ്രൈ സ്കാൽപ്പുകാർക്ക് പറ്റിയ കുറച്ച് ഹെയർ ഓയിൽസ് അല്ലെങ്കിൽ ഷാംപൂസും കണ്ടീഷണേഴ്സും നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ബിഷ്കെയറിൻ്റെ ഷാമ്പൂ അത്യാവശ്യം നല്ലതാണ്. ഷാമ്പൂ അതിൻ്റെ കണ്ടീഷണറും യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ഹൈൽഡ്രോണിക് ആസിഡ് റേഞ്ചിൽ വരുന്ന ഷാമ്പൂ, പിന്നെ നമ്മൾ ബെയർ അനാട്ടമിയുടെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ഷാമ്പൂ അതിൻ്റെ കണ്ടീഷണറും ഉണ്ട്. പിന്നെ ബി ബ്ലെൻഡിൻ്റെ മോയ്സ്ചറൈസിങ് ഷാംപൂസ്, ലവ് പ്ലാന്റ് ആൻഡ് എർത്തിൻ്റെ ആൽഗൻ ഓയിൽ ഷാംപൂസ്, നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ മാലിക് ബോൺ ഷാംപൂസ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്കറിയാം കുറച്ച് കൂടുതലാണ്, ഓൾമോസ്റ്റ് 1500 എബോ ഒക്കെ വരും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറോപ്ലെക്സിൻ്റെ നമ്പർ 4 അല്ലെങ്കിൽ കെറസ്റ്റേഷ്യയുടെ ഡ്രൈ ഹെയർ ഷാമ്പൂവും നല്ല ഓപ്ഷൻസ് ആണ്. കെറസ്റ്റേസിയ എന്ന് പറഞ്ഞ ബ്രാൻഡിന്, ഇത് രണ്ടും ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ ഇത്രയും ഷാംപൂസ് അത്യാവശ്യം നമ്മുടെ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കും. അതിൻ്റെ കണ്ടീഷനും കൂടെ യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കാൽപ്പോ ഹെയറോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് കണ്ടീഷൻ ചെയ്യാം. അതായത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴത്തേക്ക് ഷാമ്പു ഫസ്റ്റ്, കണ്ടീഷണർ സെക്കൻഡും അല്ലേ നമ്മൾ യൂസ് ചെയ്യാം. അത് വേണ്ട, ഫസ്റ്റ് കണ്ടീഷണർ യൂസ് ചെയ്യുക. അതായത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, വെറുതെ വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഹെയറിൻ്റെ ലെങ്തിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷാമ്പു വെച്ചത് വാഷ് ചെയ്യുക. ഇതിനാണ് നമ്മൾ റിവേഴ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഷാമ്പു ഇട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരു ഹൈഡ്രേഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഹെയറിന് നാച്ചുറൽ ഓയിലും കൂടെ ഈ ഒരു ഷാമ്പു കാരണം കഴിക്കും. പക്ഷെ നമ്മൾ റിവേഴ്സ് ഷാമ്പു ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ ഓൾറെഡി മോയ്സ്ചറൈസർ വന്ന് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് തടയാനായിട്ട് പറ്റും. ഇത് നമുക്ക് മാസ്കുകളെ പറ്റി പറയാം. ഡ്രൈ സ്കാൽപ്പും ഹെയർ ഉള്ളവർക്ക് മാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അടുത്ത് കുറച്ച് റെക്കമെൻഡേഷൻസ് ചോദിച്ചാൽ ഞാൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ബെയർ അനാട്ടമിയുടെ ഇത് ഡ്രൈ ഹെയർ ഫ്രിസി ഹെയറിൻ്റെ ഇതുണ്ട്, മാസ്ക് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബി ബ്ലെൻഡിൻ്റെ മാസ്ക് നമ്മളിപ്പോഴും ചാനലിൽ പറയാറുണ്ട്, സലൂൺ ലൈക്ക് ലുക്ക് കിട്ടുന്നത്, അത് നല്ലതാണ്. പിന്നെ ലവ് എർത്ത് ആൻഡ് പ്ലാനറ്റിൻ്റെ സ്കാൽപ്പ് മാസ്ക് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഫ്ലാക്സ് സീഡ് മാസ്ക് നല്ലതാണ്, പക്ഷെ അത് ഹെയർ കുറച്ച് ഡ്രൈ ആക്കും. സോ അത് യൂസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു ഹെയർ ഓയിൽ സിറംസ് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലോറിയൽ പാരീസിൻ്റെ ഹെയർ സിറം എല്ലാ ഹെയർ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീ ഓയിലിംഗ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിലെ ഹെയറിൻ്റെ ലെങ്തിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ മാലിക് ബോണ്ട് സിറം. ഇത് നല്ല രീതിയിൽ മുടി ആൻറ്റി ഫ്രിസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഡ്രൈ സ്കാൽപ്പുകാരും ഡ്രൈ ഹെയർ ലെങ്ത് ഉള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡാൻഡ്രഫിലോട്ട് പോകാം. നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് വരാൻ ഒരുപാട് റീസൺസ് ഒന്നുമില്ല. പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് ഓയിലി ആവുന്നതുകൊണ്ടായിരിക്കും. ഓയിലി സ്കാൽപ്പറിൻ്റെ റൊട്ടീൻ ഞാൻ ഇനി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഡാൻഡ്രഫിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. കാരണം നേരത്തെ നമ്മൾ ഡ്രൈ പറഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈയും ഡാൻഡ്രഫും നമ്മൾ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് പറയുന്നത്. കൂടുതലും ഡാൻഡ്രഫ് നമുക്കൊരു ഓയിൽനെസ് ആയിരിക്കും. നമുക്ക് ആ പൊടി തൊടുമ്പോൾ കുറച്ച് എണ്ണമയം ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കൂടുതലും ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റ് ഡ്രൈയിൽ കുറച്ച് വൈറ്റിഷ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് യെല്ലോ കളർ ആയിരിക്കും അപ്പിയറൻസ് ഉണ്ടാവുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഡാൻഡ്രഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹെയർ ഫാൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മുടെ കയ്യിരിപ്പുകാരന് എങ്ങനെ ഡാൻഡ്രഫ് വരുമെന്ന് വെച്ചാൽ, നമ്മൾ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ചതിന് ശേഷം മുടി കെട്ടിവെക്കും. എന്നിട്ട് ചിലപ്പോൾ അത് അഴിച്ചിട്ടൊക്കെ പുറത്ത് പോകുന്ന കാരണമൊക്കെ നമുക്ക് ഡാൻഡ്രഫ് വരും. മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഡാൻഡ്രഫ് വരില്ലെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കിൽ ബാക്ക് ആക്നെ, ഫോർഹെഡിൽ ഫംഗൽ ആക്നെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ സത്യത്തിൽ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഫംഗൽ എന്ന് വെച്ചാൽ ടൈപ്പ് ഈസ്റ്റ് ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മെലസ്റ്റേസിയ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ പില്ലോക്കില്ലേ, അതൊക്കെ 2 ദിവസത്തിലൊരിക്കലും നല്ല ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഇട്ടോ കഴുകുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓയിൽസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആയുർവേദത്തിൽ തന്നെ ഒരുപാട് ഓയിൽ പറയാറുണ്ട്, പക്ഷേ സ്റ്റിൽ ഞാൻ പറയും നമ്മൾ ഓയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈസ്റ്റിന് വളരെ ഏറ്റവും നല്ലൊരു പ്രോത്സാഹനമാണ് ഓയിൽ. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ കുറച്ച് സ്ഥലത്ത് എവിടെയെങ്കിലും എണ്ണ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് എണ്ണ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പൽ വരും. എക്സാക്ട്ലി സെയിം തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിൽ നടക്കുന്നത്. നമ്മൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഡാൻഡ്രഫ് ഉള്ളപ്പോഴത്തേക്ക് മാക്സിമം ഹെയർ ഓയിൽസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്.
നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീക്കിലി 2 പ്രാവശ്യമെങ്കിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങളെ നോർമൽ സ്കാൽപ്പ് ഏതാണ്, ഓയിലി ആണെങ്കിൽ ഓയിലി സ്കാൽപ്പിന് പറ്റിയ ഷാമ്പു കൂടെ യൂസ് ചെയ്യണം. ഓയിലി സ്കാൽപ്പിന് പറ്റിയ ഷാമ്പൂസിനെ പറ്റി നമ്മൾ ഇനി പിന്നെ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഷാമ്പു ഏതൊക്കെയാണെന്ന് വെച്ചാൽ കീറ്റോകോണസോൾ, സിങ്ക്, പൈറത്തോണൊക്കെ ഉള്ള ഷാമ്പൂസാണ്. അതിൽ ഏതൊക്കെയാണ് മെയിനായിട്ട് ഇതൊക്കെ, പിന്നെ അല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കീറ്റോകോണസോളൊക്കെ ഉള്ള ഷാമ്പു അല്ലെങ്കിൽ സിങ്ക്, പൈറത്തോണുള്ള ഷാമ്പൂസ് ഏതൊക്കെയാണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ബി ബോഡി വേസിലുണ്ട് കീറ്റോകോണസോളിൻ്റെ ഷാമ്പു, അതുപോലെ സെബാമെഡിലുണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു, ബെയർ അനാറ്റമിയിലുണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു, അതുപോലെ തന്നെ നമ്മുടെ വിഷ് കെയറിൻ്റെ HPH ഷാമ്പു. പിന്നെ നമ്മുടെ കേസഡ് ലോഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കിട്ടും. ഇതിനകത്ത് കീറ്റോകോണസോളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യാറുള്ളൊരു മിസ്റ്റേക്കാണ്, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യും പക്ഷേ അതിൻ്റെ കൂടെ കണ്ടീഷണർ യൂസ് ചെയ്തില്ല. നിങ്ങൾ എപ്പോൾ ഷാമ്പൂസ് യൂസ് ചെയ്താൽ മസ്റ്റായിട്ട് കണ്ടീഷണർ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഡാൻഡ്രഫ് നല്ല എക്സസീവ് ആണെങ്കിൽ നമ്മുടെ മുതുകത്തും നെറ്റിയുടെ ഇവിടെയൊക്കെ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഫംഗൽ ആക്നെ. സോ അതുകൊണ്ട് തന്നെ അവിടെ 2 ഭാഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് ഷാമ്പു വാഷ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ ഫംഗൽ ആക്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് സ്കാൽപ്പിൽ ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറം ഏതെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് സിറം നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഓയിലി സ്കാൽപ്പുകാരെ പറ്റി പറയാം, അതായത് എന്നെ പോലെയുള്ള ആൾക്കാരെ പറ്റി. ഓയിലി സ്കാൽപ്പ് നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫേസിലുള്ള പോലെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസും നമ്മുടെ സ്കാൽപ്പ് നാച്ചുറലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, അതൊരു ഫാക്ടറാണ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് എക്സസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഓയിലി സ്കാൽപ്പ് ആവുന്നത്. ഓയിലി സ്കാൽപ്പ് ഈസിയാണ്, കുറച്ച് ഗ്രീസി അപ്പിയറൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അധികം ചൊറിച്ചിൽ വരാറില്ല. പക്ഷേ അതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ പെട്ടെന്ന് ചൊറിച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു പരിധി വരെ ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്ത് മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സാലിസിലിക് ആസിഡ് സിറം തന്നെ തലയിൽ യൂസ് ചെയ്യാം. വീക്കിലി 1 or 2 കുളിക്കുന്നതിന് മുന്നേ സാലിസിലിക് ആസിഡ് സിറംസ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഓയിൽ സ്കാൽപ്പ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഹെയർ ഓയിൽസുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡാൻഡ്രഫ് വരാതിരിക്കാനും പറ്റും, അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. പിന്നീട് വരുന്ന ഡൗട്ടാണ് നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണ എന്നും വേണം, ഡെഫിനറ്റ്ലി കണ്ടീഷണറിൻ്റെ ആവശ്യമുണ്ട് ഓയിലി സ്കാൽപ്പുകാർക്ക് ആയാലും. ഇനി നമ്മൾ കുറച്ച് ഷാമ്പു റെക്കമെൻഡേഷനിലോട്ട് പോകാം. ഓയിലി സ്കാൽപ്പുകാർക്കും ഒരു പരിധി വരെ നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഷാമ്പൂസ് യൂസ് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റി ഡാൻഡ്രഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാലിസിലിക് ആസിഡ് ഷാമ്പൂസ് ആണെങ്കിൽ നമുക്ക് ഓയിൽ സ്കിൻകാർക്ക് യൂസ് ആകത്തുള്ളൂ. അപ്പോൾ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെയർ അനാറ്റമിയുടെ തന്നെ സാലിസിലിക് ആസിഡ് ഷാമ്പൂ ഉണ്ട്. പിന്നെ നമ്മുടെ വിഷ്കേൻ്റെ HBH ഷാമ്പൂ ഉണ്ട്, എന്നാൽ BH ഉണ്ട് കേട്ടോ, ഷാമ്പൂ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിലെ അവരുടെ ടീ ട്രീ ഷാമ്പു, നമുക്കറിയാം ടീ ട്രീ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഷാമ്പു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് ഇടാണെങ്കിൽ കെരസ്റ്റേസിയലുണ്ട് ഓയിലി സ്കാൽപ്പുകാർക്കുള്ള ഷാമ്പു. പിന്നെ ഏത് സൾഫറുള്ള ഷാമ്പു ഓയിലി സ്കാൽപ്പുകാർക്ക് നല്ലതാണ്. നമ്മൾ സൾഫേറ്റ് ഫ്രീ ഷാമ്പു എന്ന് പറയുന്നത് ഏത് സൾഫറുള്ള ഷാമ്പു ഓയിലി സ്കാൽപ്പുകാർക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ മസ്റ്റായിട്ടും ഹെയർ കണ്ടീഷണറും അതുപോലെ തന്നെ ഹെയർ മാസ്കും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഓയിൽനെസ് കുറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നോർമൽ സ്കാൽപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞ ഡ്രൈ സ്കാൽപ്പുകാരുടെ ഷാമ്പൂസ് ഇല്ലേ, അത് അതിൻ്റെ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്താൽ മതി. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്, നോർമൽ ഹെയർ സ്കാൽപ്പ് ഉള്ളതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷനെ പറ്റി ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത്, അതായത് എത്ര നാൾ നമ്മുടെ സ്കാൽപ്പ് വാഷ് ചെയ്യണം, എത്രത്തോളം വാഷ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം. നിങ്ങളുടെ മുടി എപ്പോൾ അഴുക്കാവുന്നു അപ്പം മാത്രം കഴുകിയാൽ മതി. പ്രത്യേകിച്ചും ഈ സ്ട്രെയിറ്റ് ഹെയർ ഓയിലി സ്കാൽപ്പാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഹെയർ ഗ്രീസി ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ 2 ദിവസത്തേക്ക് കഴുകേണ്ടി വരും. അതല്ല നിങ്ങൾ പുറത്ത് പോയി അഴുക്കൊന്നും സ്കാൽപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് വാഷ് ചെയ്യേണ്ട. പക്ഷെ പുറത്ത് പോയിട്ട് നല്ല വിയർപ്പും അഴുപ്പ് സ്കാൽപ്പിലുണ്ടെങ്കിൽ ഡെയിലി വാഷ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഡെയിലി വാഷ് ചെയ്യുന്ന ഷാമ്പൂസിൻ്റെ റെക്കമെൻഡേഷൻസ് ഡ്രൈ സ്കാൽപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് അങ്ങനത്തെ ഷാമ്പൂസ്, പ്രത്യേകിച്ച് വിഷ് കെയറിൻ്റെ ലോറിയൽ പാരിസിൻ്റെ ഒക്കെ ഷാമ്പൂ ഡെയിലി യൂസിന് നല്ലതായിട്ട് പറ്റും. സെബാമെഡിൻ്റെ ഡെയിലി ഷാമ്പൂ ഒക്കെ നല്ല ഓപ്ഷനാണ് ഡെയിലി യൂസിൽ ഷാമ്പൂ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകുമ്പോഴില്ല, നിങ്ങളുടെ സ്കാൽപ്പ് ക്ലീൻ ആവത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ സ്കാൽപ്പിൽ ഒരു നൊഡ്യൂൾ കണക്ക് വരത്തില്ലേ, ഇത് മാറ്റാനായിട്ട് ഇതൊരു ഫംഗസ് ആണ്, അത് മാറ്റാനായിട്ട് നമുക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ, എങ്ങനെ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യണം? ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മുടി ഫുള്ള് ഫ്രണ്ടിലോട്ടിടും, എന്നിട്ട് കുറച്ച് ഷാമ്പു എടുക്കും. ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അല്ല, ഇപ്പം ഞാൻ മുടി ബോട്ടോക്സ് തേക്കുന്നത് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാതെയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കയ്യിൽ വെക്കും, നേരത്തെ അത്രയും ഡൈല്യൂട്ട് ഇല്ല, കുറച്ച് മാത്രം ഡൈല്യൂട്ട് ചെയ്യും. എന്നിട്ട് സ്കാൽപ്പിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എല്ലാ സ്കാൽപ്പിലും കഴുകി എത്തിയിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യും. എന്നിട്ട് നേരത്തെ എടുത്തതിന് 1/3 എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഷാമ്പു വാഷ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമേ ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ അത്ര ലാദർ വരത്തില്ല. നന്നായിട്ട് ലാദർ എപ്പോൾ വരുന്നു അപ്പോഴാണ് നമ്മുടെ മുടിയുടെ ഫുൾ ഗ്രീസ്നെസ് കഴുകി കളഞ്ഞു എന്നത് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഷാമ്പു വാഷ് ചെയ്താൽ നല്ലതാണ്. മാത്രമല്ല, മുടി കുളിച്ചിട്ട് ഒരുപാട് നേരം ഫ്രീ ആയിട്ട് ഇടരുത്. അത് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടാനായിട്ട് ചാൻസ് ആവും. കാരണം നമ്മുടെ ഹെയർ ഏറ്റവും ബ്രിട്ടിലായിട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുടി നനഞ്ഞിരിക്കുമ്പോഴാണ്. സോ ആ സമയങ്ങളിൽ മുടി മാക്സിമം ലൂസാക്കി ഇടാതെ പെട്ടെന്ന് തന്നെ ഹെയർ ഡ്രൈ വെച്ചിട്ട് ഡ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കും. പിന്നെ ഹൈ വോൾട്ടേജ് ഹീറ്റിലൊന്നും ഇട്ട് ഡ്രൈ ചെയ്യരുത്. ഒരു കൂൾ എയറിൽ ഹെയർ ഡ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ. പിന്നെ നമുക്കിനി കുറച്ച് സ്കാൽപ് സിറത്തിലോട്ട് നോക്കിയാൽ, പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് സിറത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പറയുന്നതൊക്കെ കുറച്ച് ബോണസ് ആയിട്ട് ഞാൻ പറയണമെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നോക്കാൻ വന്നേലും ഇപ്പം ഇതുകൂടി ഇരുന്നിട്ട് എന്ന് വിചാരിച്ച് ബോണസ് ആയിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഞാൻ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് സിറത്തിലോട്ട് പോകാം. എൻ്റെ ഒരു POV ഹെയർ ഗ്രോത്ത് ഏറ്റവും നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡ് ഹെയർ റിച്വലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ സിറംസ്, പ്രത്യേകിച്ച് വിഷ്കേൻ്റെ ഹെയർ സിറംസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെത്, പിന്നെ പിൽഗ്രിമിൻ്റെത്, പിന്നെ മണി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ ഓർഡിനറിയുടെ വിഷ്കേറിന് മുന്നേ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്, പക്ഷേ കുറച്ച് എമൗണ്ട് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം ഉണ്ട് ഓർഡിനറിയിൽ. അത് വേണമെങ്കിൽ ഒന്ന് നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടറൊക്കെ ഉള്ള സിറമാണ്, അതും കൂടെ വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ഫേസിൽ സൺസ്ക്രീൻ ഇടും, നമ്മൾ മുടിയിൽ സൺസ്ക്രീൻ ഇടണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റിലെ SPF 30 ഉള്ള ഹെയർ സിറം അവൈലബിൾ ആണ്. ആക്ച്വലി ഞാനത് വാങ്ങാൻ പോകണം, വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഇനി നിങ്ങളുടെ മുടി ഹെയർ ബോട്ടോക്സ് സ്ട്രൈറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷാമ്പു വാങ്ങിക്കണം. ഞാൻ എങ്ങനത്തെയാണെന്ന് വിചാരിച്ചാൽ, ഞാൻ ലോറിയൽ പാരിസിൻ്റെ എക്സ്റ്റെൻസോ എന്ന് പറയുന്ന ലോറിയൽ പ്രൊഫഷണലിൻ്റെ എക്സ്റ്റെൻസോ എന്ന് പറഞ്ഞ റേഞ്ചിന്, അതിനകത്ത് 2 ടൈപ്പ് ഷാമ്പു ഉണ്ട്, ഒരു ബ്ലൂ ബോട്ടിലും ഒരു ഗോൾഡൻ ബോട്ടിലും. അതിനകത്ത് എൻ്റെ മുടി സ്ട്രെയിറ്റ് സ്മൂത്ത് ആയിരുന്നപ്പോൾ ഞാൻ ബ്ലൂ ബോട്ടിൽ, കെരാറ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഗോൾഡൻ ടൈപ്പ് അടപ്പുള്ളതാണ്, അപ്പോൾ അല്ലെങ്കിൽ ഗോൾഡ് റൈറ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് ഏതാണോ ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ ഏതാണോ റെക്കമെൻഡ് ചെയ്തത് മസ്റ്റായിട്ടും ആ ഷാമ്പു തന്നെ യൂസ് ചെയ്യുക. കാരണം ട്രീറ്റഡ് ഹെയർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹെയർ ഫോളിലേക്ക് വരും. ഐ തിങ്ക് ഞാൻ ഒരുവിധം നമ്മുടെ ഷാമ്പൂസിൻ്റെ എല്ലാ റെക്കമെൻഡേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും ഞാൻ മിസ്സായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് നെക്സ്റ്റ് Q&Aയിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് തീർക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഫാമിലി സർക്കിളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ ആവശ്യമുണ്ടെന്ന്, അപ്പോൾ മസ്റ്റായിട്ട് അവർക്ക് ഷെയർ ചെയ്യുക. ഡൗട്ട് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലാണ്ട് ചാനൽ ഇംപ്രവൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നത് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.